welcome to a new video from Galaxy. ഇന്ന് നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് നമ്മളുടെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ ഒരു പുതിയ ബിൽഡാണ്. കുറച്ച് സമയമായിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ കൺസെപ്ച്വലൈസ് ചെയ്ത് ഒരുപാട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഒരു കലക്കൻ ബിൽഡാണ് ചെയ്തേക്കുന്നത്. ഫോർച്യൂണർ ആണ്, പ്രീ ഫേസ് ലിഫ്റ്റ് ഫോർച്യൂണർ ആയിരുന്നു. നമ്മളത് കംപ്ലീറ്റ്ലി ഫേസ് ലിഫ്റ്റ് ചെയ്ത് അതിൽ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ബിൽഡാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ കാർ വാസ് ബ്ലാക്ക് ഇറ്റ് സെൽഫ്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒരു കംപ്ലീറ്റ് ഓവർകോട്ട് ഫുൾ പിയാനോ ബ്ലാക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫിനിഷ് റീപെയിൻറ്റ് കൊടുത്തു. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നേരെ ജിയാ സ്പോർട്ടിൻ്റെ ഒരു ഫുൾ ബോഡി കിറ്റ് കൺവേർഷൻ അലോങ് വിത്ത് ലെജൻഡറിൻ്റെ മുകളിൽ വരുന്നതാണ് ജിയാ സ്പോർട്ടിൻ്റെ ഈ കൺവേർഷൻ കിറ്റ്. അതിലാണ് ഈ എക്സ്ട്രാ ആക്സൻസും ഈ ഗ്രില്ലിൻ്റെ ഡിഫറൻസും എല്ലാവരും വരുന്ന ഈ ജിയാ സ്പോർട്ടിൽ വരുന്നതാണ്. ഈ ഫോഗ് ലാമ്പിൻ്റെ കവർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം. അതേപോലെ കുറേ കുഞ്ഞു കുഞ്ഞു ബിറ്റ്സ് ഉണ്ട്. അത് പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് സ്റ്റഫ്. ലൈക്ക് സ്പോയിലറിലാണെങ്കിലും റിയർ ഡിഫ്യൂസറിലാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ആരും ഇവിടെ ചെയ്യാത്തൊരു സംഭവമാണ് കാർബൺ ഫൈബർ ഹുഡ് ഫോർ ഫോർച്യൂണർ. അതും ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതേപോലത്തെ ചെറിയ ബിറ്റ്സ് എല്ലാവരും കാർബൺ ഫൈബർ നമ്മൾ ഹൈഡ്രോഗ്രാഫിക്സ് ആണ് ചെയ്തേക്കുന്നത്. ഒരുപാട് തോട്ട് ഔട്ട് ചെയ്തേക്കുന്ന ആയതുകൊണ്ട് വീൽസ് എല്ലാവരും നമ്മൾ കറക്റ്റ് സ്പെസിഫിക്കേഷനുള്ള 18x9J0 ഓഫ്സെറ്റ് വീൽസും ബ്ലാക്ക് റൈനോയുടെ ഡിസൈൻ 285/60R18 ടയേഴ്സും മാക്സിസിൻ്റെ ആണ് ഇട്ടേക്കുന്നത്. ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. KYBയുടെ 2 ഇഞ്ച് ലിഫ്റ്റ് കിറ്റാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് ലിഫ്റ്റ് കിറ്റിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒരു ഓട്ടോമാറ്റിക് സൈഡ് സ്റ്റെപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് കയറാനും ഇറങ്ങാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ വണ്ടിയിലേക്ക് കയറാനും ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടാവും. ലൈക്ക് എവറി ഡേ യൂസ് ഉള്ള വണ്ടിയാണ് ഇത്. നമ്മളുടെ ഗുഡ് ഫ്രണ്ട് ശ്രീഹരിയുടെ വണ്ടിയാണ്. എവറിബഡി നോസ് ഹിം ആസ് സൂപ്പർമാൻ. സോ പുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കുട്ടി കാര്യങ്ങൾ അതിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സിലാണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയേഴ്സിൽ. പിന്നെ ഹി ഓൾവേസ് ഫോളോസ് ദിസ് സിംഗിൾ തീം ഓഫ് ഓൾ ബ്ലാക്ക് ഔട്ട് എവറിത്തിങ്. എല്ലാ സാധനവും പുള്ളിക്ക് ബ്ലാക്ക് എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതാണ് ഫോളോ ചെയ്തേക്കുന്നത്. സോ ഇതിൽ സസ്പെൻഷൻ്റെ കൂടെ അപ്പർ കൺട്രോൾ ആമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ ജോമെട്രി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അപ്പർ കൺട്രോൾ ആം ആഡ് ചെയ്യണം. ജനറലി ആരും ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ളവരായിരിക്കും ഒരുപാട് ആൾക്കാർ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ അപ്പർ കൺട്രോൾ ആംസ് ആഡ് ചെയ്യാറില്ല. പക്ഷേ ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. 2 ഇഞ്ച് ലിഫ്റ്റ് വന്നു കഴിയുമ്പോൾ അതിന് ആക്ച്വലി അപ്പർ കൺട്രോൾ ആം ആവശ്യമാണ്. സോ ഹൂവർ ക്യാൻ ഡു ദാറ്റ് ഇറ്റ് വിൽ ബി റിയലി നൈസ് ഇഫ് യു ക്യാൻ പുട്ട് ഇൻ അപ്പർ കൺട്രോൾ ആം. ഇതിലിപ്പോൾ ഡോക്ടർ നാനോടെയാണ് വെച്ചേക്കുന്നത്. അത് കൂടാതെ എല്ലാവരും ഫോഗ് ലാംപ്സ് റീപ്ലേസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് യെല്ലോ ഫോഗ് ലാംപ്സ് ആണ്. പുള്ളിക്ക് ഒരുപാട് നൈറ്റ് ഡ്രൈവിംഗ് ഉണ്ട്. അതും കൂടുതലും നേരെ മൂന്നാർ അടിമാലി ആ റേഞ്ചിൽ ഓടിക്കുമ്പോൾ ആക്ച്വൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഹൈ ബീം ലോ ബീമുള്ള ബൈ LED പ്രൊജക്ടേഴ്സ് കൊടുത്തേക്കുന്നത് 3000 കെൽവിൻ. ജനറലി നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ യൂഷ്വലി 6000 കെൽവിൻ ഫോഗ് ലാംപ്സ് ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ I'll go through it when we are like getting into the details. ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് കാണിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. സോ ഇതിൽ ശ്രീഹരി കുറച്ച് പെർഫോമൻസ് മോഡ്സും ഇപ്പം നിലവിൽ ചെയ്തിട്ടുണ്ട്. കാർ ഈസ് റണ്ണിങ് എ സ്റ്റേജ് 1 ട്യൂൺ ആൻഡ് BMC ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും എല്ലാവരും സ്റ്റേജ് 1 ട്യൂണിലേക്കാണ് പോകുന്നത്. എമിഷൻ നോംസ് കംപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേജ് 2ലേക്ക് പോകുന്നത് വളരെ കുറവാണ്. ആൻഡ് ഈ വണ്ടികളിൽ സ്റ്റേജ് 2ലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണം. കാരണം ഇൻ്റർകൂളറൊക്കെ അപ്ഗ്രേഡ് ചെയ്യാതെ നമുക്കിപ്പോൾ ഇതിലേക്ക് സ്റ്റേജ് 2ലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ കൂടുതലും എല്ലാവരും സ്റ്റേജ് 1 മാപ്സ് ആണ് ചെയ്യാറുള്ളത് ഫോർച്യൂണറിൽ. ഭയങ്കര മാസീവായിട്ടുള്ള ഗെയിൻസ് പവറിൽ കിട്ടാറുണ്ട്.
മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവബിലിറ്റി ഭയങ്കരമായിട്ട് എൻഹാൻസ് ആവും. കൂടുതലും നമുക്ക് ഫോർച്യൂണർ പോലത്തെ ഒരു വണ്ടിയിൽ ഒരുപാട് ടോപ്പ് എൻഡിനേക്കാളും കൂടുതൽ നമുക്ക് abilityയാണ് വേണ്ടത്. സോ ദാറ്റ് യു ഗെറ്റ് ഓൺ ദിസ് വിത്ത് എ സ്റ്റേജ് 1 ട്യൂൺ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, carbon fiber everywhere that I had earlier talked about, that is giving this car a massive difference in the looks. സോ ഇതിൽ ചേഞ്ചസ് വരുത്തിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷനും ഇതും എല്ലാനും നമ്മൾ കാർബൺ ഫൈബർ ചെയ്തിട്ടുണ്ട്. ഈ റിയർ ഡിഫ്യൂസർ ജിയാസ്പോർട്ടിൻ്റെ ഒരു അഡീഷനാണ്, അതും ഈ കിറ്റിൽ വരുന്നതാണ്. അതേപോലെ തന്നെ സ്പോയിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജിയാസ്പോർട്ടിൻ്റെ സ്പോയിലേഴ്സിനാണ് ഈ ഒരു ചാട്ടം വരുന്നത്, അതും ഇതിൽ ആ കിറ്റിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ്. സോ നമ്മളിപ്പോൾ നമ്മളുടെ ഡീറ്റെയിലിംഗ് സെൻറ്ററിലാണ്. ദിസ് ഈസ് വെയർ ദ ലാസ്റ്റ് ഓഫ് ദ മാജിക് ഹാപ്പൻസ്. ഇതിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയേഴ്സ് ആണ്. എക്സ്റ്റെൻസീവായിട്ട് എക്സ്റ്റീരിയേഴ്സ് ചെയ്തേക്കണ പോലെ തന്നെ ഇൻറ്റീരിയേഴ്സിലും കുട്ടി കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. സോ ഇൻറ്റീരിയേഴ്സിൽ നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ബ്ലാക്ക് ഔട്ട്, കംപ്ലീറ്റ് റൂഫാണെങ്കിലും പില്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും സീറ്റ്സ് എല്ലാവരും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഫുൾ ബ്ലാക്ക് ആക്കിയിരിക്കുന്നതാണ്. അതുകൂടാതെ ഈ സീറ്റിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് മറ്റേ മെർസിഡസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള AMGയുടെ സീറ്റിൻ്റെ അതേപോലത്തെ തന്നെ ഒരു ഡിസൈനിലാണ് നമ്മൾ സീറ്റ്സ് ചെയ്തേക്കുന്നത്. ആൻഡ് ഹെഡ് റെസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സൂപ്പർമാൻ 3 എന്നാണ് പുള്ളിനെ വിളിക്കുന്നത്. അപ്പോൾ സൂപ്പർമാൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റിൽ. അതേപോലെ തന്നെ ഇവിടെയും ഈ കാർബൺ ഫൈബർ ഹൈഡ്രോഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നതിൽ GRൻ്റെയും ഈ സൂപ്പർമാൻ്റെയും ലോഗോ എംബെഡ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തേക്കുക. ജിയാസ്പോർട്ടിൻ്റെ കാർബൺ ഫൈബർ ഗിയർ നോബ്സ്, ജിയാസ്പോർട്ടിൻ്റെ ലാൻഡ് ക്രൂസർ സ്റ്റൈല് സ്റ്റിയറിംഗ് വീല് വിത്ത് പാഡൽ ഷിഫ്റ്റ്സ്. സാധാരണ ഫോർച്യൂണറിന് ആർക്കും പാഡൽ ഷിഫ്റ്റ്സ് കാണാറില്ല. ദിസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഓഫ് ദിസ് കൈൻഡ്. ഇത് കൂടാതെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് ഇപ്പം ജനറലി ഉള്ള ഒരു ഹെഡ് യൂണിറ്റാണ് പയനിയറിൻ്റെ 6650 എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ റിക്വയർമെൻറ്റ്സ് വളരെ സിമ്പിളായിരുന്നു. ഡ്രൂവേഴ്സ് കിട്ടണം, വയർലെസ് ആയിട്ട് ആപ്പിൾ കാപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കിട്ടണം, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി വേണം. സോ അതിന് ചൂസ് ചെയ്തേക്കുന്നത് ഈ പയനിയറിൻ്റെ 6650 എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ് യൂണിറ്റാണ്. ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 9 ഇഞ്ച് സിസ്റ്റമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷ് ഫിറ്റിംഗ് ആയിട്ടുള്ള പാനൽസ് കിട്ടും. എന്ത് വണ്ടിക്കാണെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ബേസ്ഡ് സ്റ്റീരിയോസ് വെക്കുന്ന അതേ ഷേപ്പിൽ തന്നെയുള്ള പാനൽസ് ഇതിനും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ ഫിറ്റ്മെൻ്റ് ആണ്. ആംബിയൻ ലൈറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ സ്പീക്കേഴ്സ് നമ്മൾ നിലവിലുണ്ടായിരുന്നത് മാറ്റിയിട്ട് ഫ്ലക്സ് ഓഡിയോയുടെ ഒരു പേര് നിയോ 260 കോമ്പണൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡോർസ് കംപ്ലീറ്റ് ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രീ റിക്വസിറ്റ് ആയിട്ട് ഏത് ഫോർച്യൂണർ പണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റൂഫൊക്കെ അഴിച്ച സ്ഥിതിക്ക് നമ്മൾ റൂഫും കംപ്ലീറ്റ്ലി ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് മോർ ഓർ ലെസ് ഇറ്റ്. അത് കൂടാതെ ഫ്ലോർ മാറ്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഓൾ ബ്ലാക്ക് തീം തന്നെ പോയേക്കുന്നത്. പിന്നെ ഈ ആംബിയൻ ലൈറ്റ്സ് മൾട്ടി കളറാണ്. യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ ഉള്ള ആംബിയൻ ലൈറ്റ്സ് ആണ്. നമുക്ക് ഓൺ ദ ഫ്ലൈ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൽ നിന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലത്തെ കുട്ടി ബിറ്റ്സ് എല്ലാവരും കാർബൺ ഫൈബർ ആക്കിയൊക്കെയാണ്. ഡോറിലുള്ളതും അല്ലാതെ ഈ സ്റ്റിയറിംഗിലുള്ളത് ജെന്യൂൻ കാർബൺ ഫൈബറാണ്. ഇത് ഒറിജിനൽ കാർബൺ ഫൈബറാണ്. സോ യാ, നമ്മളുടെ ഫൈനലി വി ആർ അറ്റ് ദ ഷോപ്പ്. ഇവിടെ നിന്നാണ് നമ്മൾ മിക്കവാറും എല്ലാം നമ്മളുടെ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. ഈ വണ്ടിയിൽ ഇനിയും കുറേ കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കുറേ മോഡുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ വാച്ച് ദിസ് സ്പേസ് ഫോർ മോർ അപ്ഡേറ്റ്സ്. ആൻഡ് ശ്രീഹരിയുടെ ഇൻസ്റ്റാ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇറ്റ്സ് ബീൻ നൈസ് വർക്കിംഗ് വിത്ത് ഹിം. ഒരുപാട് വർഷങ്ങളായി ഇപ്പോൾ ശ്രീഹരിയുടെ വണ്ടികൾ കുറേ എണ്ണം ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് അവൻ്റെ പഴയ പോളോ മുതൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പഴയ പോളോയും ഫോർച്യൂണറും, ഇപ്പോൾ ഒരു താർ എടുത്തിട്ടുണ്ട്, താറ് പ്ലസ് ദിസ് ന്യൂ വൺ. ഇറ്റ്സ് ബീൻ നൈസ് വർക്കിംഗ് വിത്ത് ഹിം. ഇതേപോലത്തെ എന്തൂസിയാസ്റ്റുകൾ സ്ഥിരമായിട്ട് നമുക്ക് കാണാറുണ്ടെങ്കിലും ദിസ് ഗൈ ഈസ് സൂപ്പർ പാഷനേറ്റ് അബൌട്ട് വാട്ട് ഈസ് ഡൂയിങ്. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.